സംസ്ഥാനത്ത് വേനൽ മഴ സജീവമാകുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത. സാന്ത്വന സാജു വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാന്ത്വന, കാലാവസ്ഥാ മുന്നറിയിപ്പ് എങ്ങനെ? സാന്ത്വന. റിജിത്ത്, സംസ്ഥാനത്ത് വേനൽ മഴ സജീവമാകുകയാണെന്ന് തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. കാരണം വരുന്ന 5 ദിവസത്തേക്ക് കൂടി സംസ്ഥാനത്ത് മഴ ഉണ്ടാകും എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം വ്യക്തമാകുന്നത്. അത് മാത്രവുമല്ല, വിവിധ ജില്ലകളിൽ മഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട്. ഇന്നിപ്പോൾ 8 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 8 ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ ജില്ലകളിലൊക്കെ തന്നെയും ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. ഇനി ജില്ലകൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ വിവിധ ജില്ലകളിൽ വരുന്ന 5 ദിവസത്തേക്ക് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് മാത്രവുമല്ല, മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശാൻ സാധ്യതയുള്ള കാറ്റിനും അതുപോലെ തന്നെ ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. വൈകുന്നേരങ്ങളിലാണ് മഴയ്ക്ക് കൂടുതൽ സാധ്യതയുള്ളത്. അപ്പോൾ കാറ്റും ഇടിമിന്നലിനും ഈ മഴയ്ക്കൊപ്പം സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും കാറ്റുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഇടിമിന്നലുമായി ബന്ധപ്പെട്ടുമുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി പാലിക്കണമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വേനൽ മഴ കിട്ടുന്നുണ്ട്. സംസ്ഥാനത്ത് പൊള്ളും ചൂടിനിടയിൽ ആശ്വാസമായാണ് വേനൽ മഴ എത്തിയത്. പലയിടങ്ങളിലും നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തെങ്കിൽ കൂടി ഇത് എത്ര ദിവസം മഴ തുടരും? ഇതേപോലെ വേനൽ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. സാന്ത്വന. റിജിത്ത്, നമ്മളിപ്പോൾ ഔദ്യോഗികമായി ഒരു വേനൽക്കാലത്തിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭിക്കുന്നത് ഈ വേനൽ മഴയുമാണ്. കാരണം വൈകുന്നേരങ്ങളിലാണ് കൂടുതൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഴയുടെ തോത് അത് വരും ദിവസങ്ങളിലും ഉണ്ടാകും. ഏതാണ്ട് ഈ മാസം മുഴുവനായും ഇതേ രീതിയിൽ തന്നെ മഴ തുടരും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് കാലാവസ്ഥാ വകുപ്പുമായി ബന്ധപ്പെടുമ്പോൾ അറിയുവാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. കാരണം നിലവിൽ ഇപ്പോൾ മാന്നാർ കടലിടുക്കിന് മുകളിലായിട്ട് ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ സ്വാധീന ഫലമായിട്ടാണ് നിലവിൽ ഇപ്പോൾ ഈ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലും ഇതേ രീതിയിൽ തന്നെ മഴ ഉണ്ടാകുമെന്നുള്ളതാണ് റീജിത്ത്. നമ്മൾ ഒരു വലിയ ചൂടിന്റെ ഒരു കാലം ഇപ്പോൾ താണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ കാലാവസ്ഥാ വകുപ്പിലെ അധികൃതരുമൊക്കെയായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ മാസം 27-ാം തീയതി തന്നെ ചൂടുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്ന മുന്നറിയിപ്പുകളെല്ലാം തന്നെ, പ്രത്യേകിച്ച് താപനില മുന്നറിയിപ്പുകളൊക്കെ തന്നെയും പിൻവലിക്കുകയും ഒക്കെ തന്നെയും ചെയ്തിരുന്നതാണ്. കാരണം ഇപ്പോൾ ശക്തമായ മഴ എല്ലാ ദിവസവും ലഭിക്കുന്നത് കൊണ്ട് ഇതിപ്പോൾ ഏതെങ്കിലും 1-2 ജില്ലയിൽ മാത്രമല്ല, എല്ലാ ജില്ലകളിലും സാമാന്യമായ രീതിയിൽ തന്നെ മഴ വലിയ രീതിയിൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചൂടിന് വലിയ ആശ്വാസമാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിലവിൽ ഇപ്പോൾ വരും ദിവസങ്ങളിലും വലിയ ചൂടുണ്ടാകാനുള്ള സാധ്യതയില്ല. അത് മാത്രമല്ല, കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി വേനൽ മഴ സജീവമായി കിട്ടുന്നുണ്ട്. സംസ്ഥാനത്ത് വേനൽ മഴ തുടരും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. സാന്ത്വന സജു വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.